നൈറ്റ് സ്റ്റേ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഓൾറെഡി ഇവിടെ നൈറ്റ് സ്റ്റേ ഉണ്ടായിരുന്നു, പിന്നെ അത് നമ്മൾ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഒരു നൈറ്റ് സ്റ്റേ മാത്രം ഇവിടെ ഒരു മിനിമലിസ്റ്റിക് ഇത് ഒരു നാച്ചുറൽ ബേസ്ഡ് ആയിട്ട് ഒരു നൈറ്റ് സ്റ്റേ ഒന്ന് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടിപൊളി, ഇവിടുത്തെ കോടയോ ഇതെല്ലാം അടിപൊളി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണുവാനായി ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക. വയനാട്ടിൽ അധികം ആരും അറിയാത്ത അതിമനോഹരമായുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് മുനീശ്വരൻ കോവിൽ മല. സമുദ്രനിരപ്പിൽ നിന്നും 3353 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വടക്കൻ വയനാട്ടിലെ അതിമനോഹരമായ വയനാടിന്റെ വാഗമണ്ണ്. മാനന്തവാടി തലശ്ശേരി റോഡിലെ തലപ്പുഴയിൽ നിന്നും 3.9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വയനാട്ടിൽ അധികം ആരും അറിയാത്ത വയനാടിന്റെ വാഗമൺ എന്നറിയപ്പെടുന്ന മുനീശ്വരൻ മലയുടെ മുകളിലെത്താം. ഉച്ച നേരത്ത് പോലും കോടമഞ്ഞും തണുപ്പ് നിറഞ്ഞ അതിമനോഹരമായ സ്ഥലം നോർത്ത് വയനാട് വനം ഡിവിഷന് കീഴിലുള്ള ഇക്കോ ടൂറിസം സെന്റർ. മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയും വിദേശ പൗരന്മാർക്ക് 100 രൂപയുമാണ് ഇവിടത്തേക്കുള്ള ടിക്കറ്റ് ചാർജ്. മുനീശ്വരൻ കുന്നിന് പേരും പെരുമയും നൽകിയത് മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന മുനീശ്വരൻ കോവിലാണ്. 100 വർഷത്തിലധികം പഴക്കമുള്ള അതിപുരാതന ക്ഷേത്രം. ദക്ഷിണമൂർത്തിയായ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. മാസത്തിൽ ഒരിക്കൽ മലയാള മാസത്തിലെ തിരുവാതിര ദിവസത്തിൽ മാത്രമാണ് പ്രവേശനം. ഇവിടെ എത്തുന്ന ഏതൊരു സഞ്ചാരിക്കും മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്ന പ്രകൃതി വിരുന്നൊരുക്കിയ അതിമനോഹരമായ കാഴ്ചകൾ കാണാം. സ്ഥലം അടിപൊളി, നല്ല അടിപൊളി സ്ഥലമാണ്. അടിപൊളി സ്ഥലം. ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. സൂപ്പർ, നല്ല രസമുണ്ട് കാണാൻ. സൗകര്യം കുറച്ചും കൂടെ തരുവാണെങ്കിൽ നല്ലതായിരുന്നു. റോഡ് കുറച്ച്. മുനീശ്വരൻ കുന്ന് നൈറ്റ് സ്റ്റേ അടക്കം ഉൾപ്പെടുത്തി വിപുലീകരിക്കുമെന്ന് നോർത്ത് വയനാട് DFO സന്തോഷ് കുമാർ വ്യക്തമാക്കി. ഇപ്പം നമ്മൾ നിലവിലെ ഈ ഹരിത ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയനെ ഉൾപ്പെടുത്തിയിട്ട് ഈ ബയോ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും പിന്നെ ഹ്യൂമൻ വേസ്റ്റ് എല്ലാം സാനിറ്ററി നാപ്കിൻസ് എല്ലാം ഡിസ്പോസ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇത് എക്കോ ടൂറിസം ഗ്രൗണ്ട് ആയതുകൊണ്ട് ഈ ബേസിക് ഫെസിലിറ്റീസ് മാത്രമേ ഇവിടെ നിർത്താനുണ്ട്. അപ്പോൾ നിലവിൽ നമ്മളിവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്കും രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇനി കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് ഏരിയയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് നമ്മളുടെ വനവകുപ്പിനെ നോക്കിയാൽ നമ്മൾ മിനിമലിസ്റ്റിക് ടൂറിസമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നാച്ചുറൽ ബേസ്ഡ് ടൂറിസമാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവിടെ മിനിമൽ എക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് വെച്ചിട്ട് ഒരു രീതി മുന്നോട്ട് എടുത്ത് പോകാനുള്ളതാണ് ഇവിടെ നമ്മുടെ ഐഡിയ. റോഡ് നമ്മൾ കുറച്ച് വൈഡനിങ് ചെയ്യാറുണ്ട്, അത് പ്ലാനിലുണ്ട്. പിന്നെ നമ്മൾ ഇവിടെയും ഒരു നൈറ്റ് സ്റ്റേ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഓൾറെഡി ഇവിടെ നൈറ്റ് സ്റ്റേ ഉണ്ടായിരുന്നു, പിന്നെ അത് നമ്മൾ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഒരു നൈറ്റ് സ്റ്റേ മാത്രം ഇവിടെ ഒരു മിനിമലിസ്റ്റിക് ഇത് ഒരു നാച്ചുറൽ ബേസ്ഡ് ആയിട്ട് ഒരു നൈറ്റ് സ്റ്റേ ഒന്ന് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രാവിലെ 7 മണി മുതൽ 6 മണി വരെയാണ് പ്രവേശനം. ദിവസത്തിൽ 250 പേർക്ക് മാത്രമാണ് ഈ എക്കോ ടൂറിസം സെന്ററിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. സ്ഥലം നല്ലുണ്ട്. ഇനിയിപ്പോ ഉള്ളിലേക്ക് ഒന്ന് ചെന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും. ഇല്ല, കഷ്ടമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ആയിട്ട് വരുന്നത്. അടിപൊളി, ഇവിടുത്തെ കോടയോ ഇതെല്ലാം അടിപൊളി. നമ്മള് മുമ്പേ വന്നിക്കേനു, പിന്നെ ഇപ്പൊ ഒന്നും കൂടെ ഇവര് വേറെ കർണാടകയിലുള്ളവര്, അപ്പൊ അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നേ. അപ്പൊ നല്ല രസം. കോടയും നല്ല സ്ഥലം. ഒരു പ്രാവശ്യം വന്നിരുന്നു. അപ്പൊ റെഡ് അലേർട്ട് പറഞ്ഞിട്ട് പിന്നെ പൂട്ടിട്ടുണ്ടായി. സൂപ്പർ സ്ഥലം. തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ നിന്നും പ്രകൃതി ഭംഗിയും ശുദ്ധമായി ശ്വസിക്കാനും
പ്രകൃതി നിങ്ങളെ മാടി വിളിക്കുന്നു ഈ മുനീശ്വരന്മാർ. സ്ഥലമെല്ലാം അടിപൊളി സ്ഥലം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനി. കാസർഗോഡ് തന്നെയാണ് മേലൊക്കെ പോണത്ര അടിപൊളി. മറ്റേ റോഡിന്റെ കാര്യത്തിൽ കുറച്ച് ഇതാക്കാണ്ട് വരുന്ന ശരിയാണ്, റോഡ് ശരിയാണ്. ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ അത് കഴിഞ്ഞെങ്കിൽ അടിപൊളി സ്ഥലം. ഫാമിലി ആയിട്ട് വന്നിങ്ങനെ കിഡ്സിന് കളിക്കാൻ പറ്റിയ കുറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. ഞാൻ റോഡിന്റെ റോഡിലേക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ബാക്കിയെല്ലാം ഒക്കെ റോഡിന്റെ ഫസ്റ്റ് ഒരു കാർ കൊണ്ടിൽ ഒരു ബുദ്ധിമുട്ടാണ്. ഇരുചക്ര വാഹനങ്ങളിലും കാറിലും മാത്രമാണ് മുനീശ്വരനിലേക്ക് പ്രവേശനമുള്ളത്. ബസ്സുകൾക്ക് പ്രവേശനമില്ല. ഇടുങ്ങിയ വഴിയും കുത്തനെയുള്ള കയറ്റവുമാണ് ഇതിന് പ്രധാന കാരണം. ഫാമിലിയുമായി വരുന്നവർക്ക് പ്രകൃതിയുടെ മടിത്തട്ടിൽ സമയം ചെലവഴിക്കാനുള്ള അതിമനോഹരമായ ഇടമാണ് മുനീശ്വരൻ കുന്ന്. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണുവാനായി ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക.